മുളകാപ്പുളി. കാഴ്ചയിലും രുചിയിലും നമ്മുടെ ഇഞ്ചമ്പുളി അഥവാ ഇഞ്ചിക്കറിയുടെ സാമ്യമുണ്ടെങ്കിലും ചൊടിയുടെ കാര്യത്തില് ആള് മുൻപന്തിയിലാണ് കേട്ടോ. നല്ല ചൊടിയോടുകൂടി ഊണിന്റെ കൂടെ എന്തെങ്കിലും കഴിക്കണം തോന്നുമ്പോ ദേ ഇത് കുറച്ചങ്ങ് ഉണ്ടാക്കി വെച്ചോളൂ കേട്ടാ. നന്നായി പിഴിഞ്ഞെടുത്ത വാളംപുളിയിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, മുളക് അധികം ചേർക്കുന്നതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഒരു നുള്ളു മുളക് പൊടി, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത ദേ ഈ ഉണ്ടമുളക് നമുക്ക് രണ്ടായി മുറിച്ചെടുക്കാം. കുറച്ചധികം ഇഞ്ചിയും നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ, ഒരു വേള നിന്നീർക്കു നീട്ടില്ല. പുളിവെള്ളം നന്നായി തിളച്ചു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഉരുക്കിയെടുത്ത് ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും പച്ചമുളകും നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വാടി വന്നതിന് ശേഷം പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ശർക്കര പാനിയിലും പുളിയിലും ചേർന്ന് നന്നായി വെന്ത് യോജിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കായവും ഉലുവയും വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ മുളകാപ്പുളി ഏകദേശം റെഡി ആയിട്ടാണ്. ചൂടായ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് നന്നായി പൊട്ടിച്ചെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ മുളകാപ്പുളി റെഡി ആയിട്ടാ. നല്ല ചൂട് ചോറിന്റെ കൂടെ കഴിക്കാനും അതുപോലെ നല്ല ചൂട് കഞ്ഞിയില് ഇത് കുറച്ച് ഒഴിച്ചിട്ട് അങ്ങോട്ട് കോരി കുടിക്കാനും അതുപോലെ നെയ്ച്ചോറോ ബിരിയാണിയോ എന്ത് ഐറ്റംസിന്റെ കൂടെയും നന്നായിട്ട് പോകുന്ന ഒരു മുളകാപ്പുളിയാണ് കേട്ടത്.